രണ്ട് US വിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടു. ഔദ്യോഗികമായി US ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും നിരവധി ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് അനൌദ്യോഗികമായി ഇക്കാര്യം വെളിപ്പെടുത്തി. പൈലറ്റുമാരിൽ രണ്ടുപേരെ കണ്ടെത്തി. രണ്ടുപേർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. വെള്ളിയാഴ്ച പുലർച്ചെ തെക്കു പടിഞ്ഞാറൻ ഇറാനിൽ തകർന്നു വീണ F-15E വിമാനത്തിലുണ്ടായിരുന്ന സഹ പൈലറ്റിന് വേണ്ടിയുള്ള തിരച്ചിലാണ് പുരോഗമിക്കുന്നത്. പൈലറ്റിനെ രക്ഷപ്പെടുത്തി. ഹോർമസ് കടലിടുക്കിന് സമീപം തകർന്നു വീണ A-10 വാർത്താക യുദ്ധവിമാനത്തിലുണ്ടായിരുന്ന രണ്ട് വൈമാനികരിൽ ഒരാളെ കണ്ടെത്തി. മറ്റേയാൾക്കായി തിരച്ചിൽ തുടരുകയാണ്. F-15E അപകടത്തിൽ കാണാതായ പൈലറ്റിന് വേണ്ടിയുള്ള തിരച്ചിലിൽ പങ്കെടുത്ത രണ്ട് ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾക്ക് നേരെ ഇറാൻ സൈന്യം വെടിവെച്ചു. ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അലി ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഒരു മാസത്തിലേറെയായി തുടരുന്ന യുദ്ധം ഇപ്പോൾ പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇറാൻ വെടിവെച്ചിട്ട F-15E ഫൈറ്റർ ജെറ്റിന് പിന്നാലെയാണ് ഈ അപകടവും സംഭവിച്ചിരിക്കുന്നത്. തകർന്ന വിമാനത്തിലെ പൈലറ്റിനെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. യുദ്ധം തീവ്രമാകുന്നതിനിടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട്. ദുബായ് മറീന മേഖലയിലെ ഒരു കെട്ടിടത്തിന് മുകളിൽ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചത് വലിയ ആശങ്കയ്ക്ക് കാരണമായി. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈൽ തടയുന്നതിനിടെയുണ്ടായ അവശിഷ്ടങ്ങളാണ് ജനവാസ മേഖലയിൽ വീണതെന്ന് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. യുദ്ധം വെസ്റ്റ് ഏഷ്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെയും ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെയും ബാധിക്കുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുകയാണ്. അതേസമയം യുദ്ധവിമാനങ്ങൾ തകർന്നത് ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകളെ ബാധിക്കില്ലെന്ന നിലപാടിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതൊരു യുദ്ധ സാഹചര്യമാണെന്നും ഇത്തരം നഷ്ടങ്ങൾ സ്വാഭാവികമാണെന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ചർച്ചകളെ ഈ സംഭവങ്ങൾ തടസ്സപ്പെടുത്തില്ലെന്ന് വ്യക്തമാക്കിയ ട്രംപ്, പോരാട്ടവും നയതന്ത്ര ശ്രമങ്ങളും ഒരേ സമയം മുന്നോട്ടു പോകാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നതെന്ന സൂചനയാണ് നൽകുന്നത്. മേഖലയിൽ സംഘർഷം അയവില്ലാതെ തുടരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ സമ്മർദ്ദത്തിന് കാരണമാകുന്നുണ്ട്.